അയാളുടെ വീട്ടിൽ നിന്നും വരുന്ന വഴിക്ക് പുറത്തുനിന്നുള്ള ബഹളം കേട്ട് ശാവശ്യം ജനൽ തുറന്നു നോക്കുകയാണ്. അപ്പോൾ ലിംബോയി അവിടേക്ക് വന്നിട്ട് പറയും, ഞങ്ങളൊരു ഇൻസ്പെക്ഷൻ നടത്തുകയാണ്, ഇപ്പോൾ ഇവിടെ സേഫ് അല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരാം. എന്നിട്ട് ലിംബോയി ശാവശ്യങ്ങിനെ വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കാൻ അവന്റെ ബോഡി ഗാർഡ്സിനോട് പറയുകയാണ്. അടുത്ത ദിവസം യോൻഷാൻജിയെ ജനറൽ ചെങ്ങിന്റെ വീട്ടിൽ വന്നിട്ട് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയാണ്. ജനറൽ വളരെയധികം സന്തോഷത്തോടെ അതിന് അനുവദിക്കുകയാണ്. അങ്ങനെ ശാവശ്യങ്ങിന്റെ വീട്ടിലേക്ക് ഷാൻജിയെ പഠിപ്പിക്കാൻ വരുന്ന ദിവസമായിരിക്കുകയാണ്. അയാവും ചീച്ചിയും അവരുടെ കൂടെ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഷാൻജിയൻ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ശാവശ്യങ്ങിനെ മാത്രമായിരിക്കും അവൻ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവുക. അവളുടെ ഒരു കള്ളത്തരവും അവിടെ നടക്കില്ല എന്ന് മാത്രമല്ല, അവളെ ഇരുത്തി പഠിപ്പിക്കാൻ അവൻ ശ്രമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അയാവിന്റെ പഴയ ഫിനാൻസിയുടെ വിവാഹ ദിവസമാണ്. രാജസ്ഥാനം ഒഴിച്ച് ആ ദിവസം ഒരു ചോരക്കളമാക്കി മാറ്റുകയാണ് അവളുടെ വരൻ. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവളുടെ അനിയനെയും കൂട്ടി അവൾ ഒളിച്ചു നിൽക്കുകയാണ്.